ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കമലഹാസൻ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത വൻ താരനിരയോടെ വരാനായിട്ടിരിക്കുന്ന സിനിമയാണല്ലോ തഗ് ലൈഫ്. ചിത്രത്തിൽ ജയം രവിക്കും തൃഷയ്ക്കും ഒപ്പം തന്നെ പ്രഖ്യാപിച്ച പേരായിരുന്നു നമ്മുടെ മലയാളി താരം ദുൽഖർ സൽമാന്റേത്. എന്നാൽ ദുൽഖർ സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ദുൽഖറിന് പകരം സിനിമയിൽ സിലംബരസൻ STR അഭിനയിക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റൂമർ. അതേസമയം കമലഹാസന് സിനിമയിൽ 3 ലുക്കുകൾ ഉണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. കാത്തിരിക്കൂ, സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഇന്ന് മാർച്ച് 22-ന് തിയേറ്റർ റിലീസ് പ്രഖ്യാപിച്ച ബിജു മേനോൻ സുരാജ് വെഞ്ഞാറമൂട് സിനിമയായിരുന്നു നടന്ന സംഭവം. എന്നാൽ സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല. വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ അടുത്ത മാസം ഏപ്രിൽ മാസത്തിലേക്കാണ് നിലവിൽ റിലീസ് നീട്ടിയിരിക്കുന്നത്. അടുത്ത റിലീസ് തീയതി പ്രഖ്യാപനം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മോളിവുഡിന്റെ റെക്കോർഡ് വിജയം നേടിയെടുത്ത സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. വമ്പൻ കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ തെലുഗു ഡബ് ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നേരത്തെ തന്നെ സംവിധായകനെല്ലാം തന്നെ സൂചനകൾ നൽകിയതാണ്. എന്നാൽ ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം തെലുഗു ഡബിംഗ് പൂർത്തിയാകാത്തത് കൊണ്ടും മറ്റു ചില സാങ്കേതിക കാരണങ്ങളാലും സിനിമയുടെ തെലുഗു ഡബ് ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയിലേക്ക് നീട്ടിയിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സിന്റെ തെലുഗു ഡബ് ഏപ്രിൽ 5-ാം തീയതിയാണ് നിലവിൽ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് മറ്റൊരു മലയാളം സിനിമയായ പവി കെയർ ടേക്കർ എന്ന സിനിമയുടേതാണ്. ദിലീപിന്റെ അടുത്ത തിയേറ്റർ റിലീസായിട്ട് പ്രഖ്യാപിച്ച ഏപ്രിൽ 26-ന് റിലീസ് ചെയ്യുമെന്ന് അറിയിച്ച സിനിമയാണ് പവി കെയർ ടേക്കർ. എന്നാൽ സിനിമയുടെ റിലീസ് വീണ്ടും നീട്ടും അതല്ലെങ്കിൽ പ്രീപോണ്ട് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഏപ്രിൽ 26-ാം തീയതിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഈ ഏപ്രിൽ മാസം 11-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഉണ്ണി മുകുന്ദന്റെ 1 വർഷത്തിന് ശേഷമുള്ള മലയാളം സിനിമയാണല്ലോ ജയ് ഗണേഷ്. ഒരു സൂപ്പർ ഹീറോ ഫാന്റസി എല്ലാം തന്നെ കലർന്ന സിനിമ കൂടിയ ജയ് ഗണേഷിന്റെ അടുത്ത ഗാനം നാളെ പുറത്തുവരികയാണ്. നാളെ 23-ാം തീയതി വൈകിട്ട് 6 മണിക്കായിരിക്കും ആരംഭമായി എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനം പുറത്തുവരിക. മലയാളത്തിൽ ഒട്ടനേകം വമ്പൻ സിനിമകളുടെ ചിത്രീകരണമാണല്ലോ നിലവിൽ പാതിവഴിയിൽ നിൽക്കുന്നത്. അവയിൽ ഒന്നായിരുന്നു മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയും. ഇന്നിപ്പോഴത്തെ ബസൂക്ക എന്ന സിനിമ പാക്കപ്പ് ആയിരിക്കുകയാണ്. കൊച്ചിയിലായിരുന്നു അവസാന ഷെഡ്യൂൾ നടന്നത്. മമ്മൂട്ടി, GVM തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന ബസൂക്ക ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഡീനോ ഡെന്നീസ് സംവിധാനം ചെയ്യുന്ന സിനിമ ഈ വർഷം ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. കഴിഞ്ഞ 10 മാസത്തിനിടയിൽ 90 ദിവസത്തിലധികമുള്ള ചിത്രീകരണമായിരുന്നു ബസൂക്ക എന്ന സിനിമയ്ക്ക് ഉണ്ടായത്. കാപ്പ, അനീഷ് പിൻ കണ്ടെത്തും എന്നീ സിനിമകൾ നിർമ്മിച്ച തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ് ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കാത്തിരിക്കൂ, ബസൂക്കയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം.